കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. റോമാലേഖനം നാം തുടർച്ചയായി ചിന്തിച്ചു വരികയാണല്ലോ. അതിൻ്റെ രണ്ടാം ഭാഗമായ 12 മുതലുള്ള പ്രബോധന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ചിന്തിച്ചു തുടങ്ങിയത്. അവിടെ ആരാധന എന്ന സുപ്രധാനമായ വിഷയം പൗലോസ്ലീഹ നിർവചിച്ച് അതിൻ്റെ വിശദീകരണം തുടർന്ന് നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. 1-2 വാക്യങ്ങളിൽ ആരാധന എന്നുള്ളതിൻ്റെ വളരെ ശ്രദ്ധേയമായ, വളരെ അർത്ഥപുഷ്കലമായ ഒരു നിർവചനം പൗലോസ്ലീഹ നൽകി. അതേ തുടർന്ന് അതിൻ്റെ വിശദീകരണമാണ് താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട, രൂപാന്തരപ്പെട്ട ഹൃദയവും സമർപ്പിക്കപ്പെട്ട ശരീരവും ആന്തരികമായും ബാഹ്യമായും ദൈവപ്രസാദമുള്ള ഒരു യാഗമെന്നോണം ദൈവത്തിനായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ദൈവമഹത്വത്തിനായി ജീവിക്കുന്ന ജീവിതമാണ് ആരാധന. ആ വാക്ക്, ആ വിഷയം ക്രിസ്തീയ സമൂഹത്തിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആരാധന എന്തല്ല എന്നും ആരാധന എന്താണ് എന്നും ചില ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. നാം തുടർന്ന് മുൻപോട്ട് പോകുന്നതിന് മുമ്പ് ചില കാര്യം കൂടി അവിടെ ഓർമ്മിപ്പിക്കുവാൻ ആവശ്യമുണ്ട്. സഹോദരന്മാരെ എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിലെ അഭിസംബോധന തന്നെ 9, 10, 11 അധ്യായങ്ങളിൽ പൗലോസ്ലീഹ യഹൂദനെയും ജാതിയെയും ആ ഒരു തരംതിരിവോടുകൂടി കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇനി യഹൂദനെന്നും ജാതിയെന്നും ആ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ പ്രബോധനം ആരംഭിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറയുന്ന ആ പ്രയോഗങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പ്രബോധിപ്പിക്കുക എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒയ്ക്കിറ്റിർമോസ് എന്ന പദമാണ്. ഒയ്ക്കിറ്റിർമോസ് ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായൊരു പദമാണ്. മേളിലുള്ള ചില ഭാഗങ്ങളിൽ കരുണ എന്ന അർത്ഥം വരുന്ന വാക്ക് ഇലിയോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 9-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിൽ ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇലിയോസ് എന്ന വാക്കാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂലഭാഷയിലെ ഓരോ വാക്കും പരിശുദ്ധാത്മ നിയോഗിതമാണ്. പരിശുദ്ധാത്മ പ്രേരണയാൽ എഴുത്തുകാർ എഴുതിയിരിക്കുന്ന വാക്കാണ് മൂലഭാഷയിലെ ഓരോ വാക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതാണ് അക്ഷരപ്രകാരമുള്ള ദൈവനിശ്വാസ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ നമുക്ക് ചിലപ്പോൾ വേണ്ട പരിചയമില്ലാത്ത ഭാഷയാണെങ്കിൽ പോലും നമ്മളത് ഒന്ന് പരിശോധിച്ച് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം ഉൾക്കൊള്ളുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിൻ്റെ കൃത്യത മനസ്സിലാക്കുവാൻ സഹായകരമാകും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ഭാഷയാണെങ്കിൽ പോലും ഈ ഭാഷയിലെ വാക്കുകളൊക്കെ വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത് നമ്മൾ പരാമർശിക്കുന്നത്. ഇലിയോസ് എന്ന വാക്ക് നമുക്കറിയാം, അത് 9-16, 9-23, 11-30 എന്നീ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്.
ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കരുണ എന്നാണ്. മലയാളത്തിലെ തർജ്ജിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ എത്ര ശ്രദ്ധേയമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. മലയാളം തർജ്ജിമ വളരെ നന്നായി, അത് വളരെ മൂലഭാഷയിൽ വ്യത്യസ്തമായ വാക്കെങ്കിൽ നമ്മുടെ മലയാളത്തിലും വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കാനായി തർജ്ജിമ ചെയ്ത ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഉത്സാഹിച്ചിരുന്നു എന്നുള്ളത് എത്രയോ അനുഗ്രഹകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വെറുതെ ഒരു കച്ചവട കണ്ണോടുകൂടി ഈ തിരുവചനത്തിന് പലവിധ തങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വാക്കുകളൊക്കെ തിരികെ കയറ്റി പുതിയത് പലതും കൊണ്ടുവന്ന് നമ്മുടെ ആളുകളെ കൺഫ്യൂഷനിലാക്കുന്ന പ്രവണത അത്രമാത്രം അംഗീകാരയോഗ്യമല്ല എന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ ആശയങ്ങൾ അത്ര കൃത്യതയില്ലാത്തതായിട്ടുണ്ടെങ്കിൽ അതിന് നല്ല വാക്ക്, മൂലഭാഷയോട് 100% വിശ്വസ്തത പാലിക്കുന്ന ഏതെങ്കിലും മലയാള വാക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ മാത്രം തിരുത്തുക. അല്ലാതെ ഒരു പുതിയ തർജ്ജിമ ഉണ്ടാക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി ദൈവവചനത്തെ നമ്മളുടെ സ്വന്തം ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണത അത്രമാത്രം സ്വീകാര്യമായ ഒരു കാര്യമല്ല എന്നുള്ളത് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകുന്നു. അവിടെ കരുണ, ഇലിയോസ് എന്ന ആ വാക്ക് കരുണ എന്ന് തന്നെ തർജ്ജമ ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ ഒയ്ക്കിറ്റിർമോസ് എന്ന പദം കുറേ കൂടെ പവർഫുള്ളാണ്. ഉച്ചാരണത്തിൽ തന്നെ കുറേ കൂടെ പവർഫുൾ അല്ലേ? ഒയ്ക്കിറ്റിർമോസ് എന്ന പദമാണ് പ്രബോധിപ്പിക്കുക എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒയ്ക്കിറ്റിർമോസ് എന്ന ആ വാക്ക് അത് ഒരു അധികാരത്തിൻ്റെ ധ്വനിയുള്ളതും ഒരപേക്ഷാഭാവം ഉൾക്കൊള്ളുന്നതുമായൊരു വാക്കാണ്. അധികാരിയായ ഒരാൾ സ്നേഹത്തോടുകൂടി നിർബന്ധപൂർവം പറയുന്ന ഒരു വാക്ക്. അധികാരമുണ്ട്, ആ അധികാരത്തിൻ്റെ ധ്വനി അതിനകത്തുണ്ട്. അതേസമയം സ്നേഹമുള്ളത് കൊണ്ട് ഒരു പിതാവ് എന്ന നിലയിൽ ഒരു സ്നേഹമുള്ളൊരു പിതാവ്, അധികാരിയായ സ്നേഹമുള്ള ഒരു പിതാവ് മക്കളോട് പറയുമ്പോൾ ഗൗരവത്തോടുകൂടി സ്നേഹത്തോടുകൂടിയും പറയുന്നൊരു വാക്ക്, ആ ഒരു ആശയം അവിടെയുണ്ട്. ദൈവത്തിൻ്റെ മനസ്സലിവ്, സ്തോത്രം, മനസ്സലിവ് ഓർപ്പിക്കുകയാണ്. മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, സ്തോത്രം. മനസ്സലിവ് അത് വളരെ കരുണ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഒരു വാക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇനി അതിന് മനസ്സലിവ് എന്നുള്ള ആ ഒയ്ക്കിറ്റിർമോസ് എന്ന വാക്ക് ഒന്നും കൂടി ശ്രദ്ധേയമാണ്. കാരണം അതൊരു ബഹുവചന രൂപമാണ്. നമുക്കറിയാം ഈ മൂലഭാഷകളിൽ, പ്രത്യേകിച്ച് പ്രാചീന ഭാഷകളിൽ പലതിലും, ബൈബിളിൻ്റെ മൂലഭാഷകളിൽ ബഹുവചന രൂപം മീൻസ് ക്രിയാപദങ്ങൾക്ക് പോലും വചന വ്യത്യാസങ്ങളുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മനസ്സലിവ് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന ഒയ്ക്കിറ്റിർമോസ് എന്ന പദം ബഹുവചന രൂപമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 11 അധ്യായങ്ങളിൽ പൗലോസ്ലീഹ വിശദീകരിച്ച കാര്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ദൈവത്തിൻ്റെ മനസ്സലിവുകളെ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. അതുപോലെ അത്ര ശ്രേഷ്ഠമാണ് മനസ്സലിവുകളെ. അധികാരത്തിൻ്റെ ഒരു വാക്ക് അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പ്രബോധിപ്പിക്കുക എന്ന് പറയുന്ന ആ വാക്ക്. മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നു. ഈ പ്രബോധിപ്പിക്കുക എന്നുള്ള വാക്കും വളരെ വളരെ ശ്രദ്ധേയമായ വാക്കാണ്. പരാക്കലയോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരാക്കലയോ എന്ന വാക്കും അതിലും ആ അധികാരധ്വനി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അധികാരധ്വനിയുണ്ട്. മനസ്സലിവ് എന്നുള്ളതിനകത്തും ഞാൻ നിന്നോട് കാണിച്ച മനസ്സലിവ് എന്ന് പറയുമ്പോൾ അധികാരിയായ ഒരാൾ പറയുന്ന ഒരു ധ്വനി അവിടെയുണ്ട്. ബഹുവചന രൂപമാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പൗലോസിന് നൽകിയ, പ്രചോദിപ്പിച്ച ആ വാക്കുകൾ വളരെ അർത്ഥപൂർണമായ വാക്കുകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെ വളരെ ഗൗരവമായിട്ട് തന്നെ അവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഈ കരുണ എന്നുള്ളതിന് ഗ്രീക്കിൽ കാരീസ് എന്നുള്ള പദം, കാരീസ്, അത് കൃപ എന്ന് നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ് മൂലഭാഷകളിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. മനസ്സലിവുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗൗരവപൂർവമായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്നുള്ള ആ ധ്വനിയാണ് അവിടെ ഉള്ളത്. ബുദ്ധിയുള്ള ആരാധന എന്നുള്ളതിന് ലോജിക്കെ
ലാട്രിയ എന്നാണ് അതിൻ്റെ പ്രയോഗം. ലോജിക്കെ ലാട്രിയ. ലാട്രിയ എന്ന് പറയുമ്പോൾ പ്രൊസ്ക്യുനിയോ ലാട്രിയ, ഈ രണ്ട് പദങ്ങളാണല്ലോ ആരാധന എന്നുള്ളതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോജിക്സ് എന്നുള്ള വാക്ക് നമുക്കറിയാം. യുക്തിപൂർവമായി, ബുദ്ധിപൂർവമായി, ന്യായമായും യുക്തിയുക്തമായി ചിന്തിച്ചാൽ അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. അവിടെ ഈ ഗ്രീക്ക് തത്വചിന്ത പ്രകാരം ശരീരം തിന്മയാണ് എന്നുള്ള ഒരാശയമാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. സോമ സേമ എസ്റ്റിൻ എന്നവർ ഇടയ്ക്ക് പറയുമായിരുന്നു. അറിയാമല്ലോ, പ്ലേറ്റോ ആണ് പ്രധാനമായിട്ടും ആശയം പ്രചരിപ്പിച്ച്. സോമ സീമ എസ്റ്റിൻ, അർത്ഥം ബോഡി ഈസ് എ ടൂം. ശരീരം ഒരു ശവക്കല്ലറയാണെന്നാണ് പറയുന്നത്. ആത്മാവിനെ തളച്ചിട്ടിരിക്കുന്ന കല്ലറ. അതൊരു കാരാഗ്രഹമാണ്. ആത്മാവ് ഒരു കാരാഗ്രഹത്തിലാണ്, ശരീരം എന്ന കാരാഗ്രഹത്തിൽ. മരണത്തിൽ ആ കാരാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു എന്നുള്ള ഒരാശയമാണ്. ദ സ്പിരിറ്റ് ഈസ് ഇംപ്രിസൺഡ് ഇൻ ദി ടൂംബ് ഓഫ് ദ ബോഡി. അതാണ് അവർ പഠിപ്പിച്ചിരുന്നത്. അവിടെ ശരീരം പ്രധാനമല്ലെന്നും ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് അത്ര പ്രധാനമല്ല എന്നുമുള്ളൊരാശയം. അകം നന്നായിരുന്നാൽ മതി എന്നൊക്കെ ഒരാശയം അന്ന് വളരെ പ്രസിദ്ധമായിരുന്നു. എല്ലാവരും മനസ്സിലാക്കിയിരുന്ന പ്രചാരത്തിലിരുന്നൊരു കാര്യമാണ്. എന്നാൽ ശരീരം ദൈവത്തിന് പ്രധാനമാണ്. ശരീരവും ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം. നേരത്തെ കണ്ടതാണ്, ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. 8-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ അത് നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകം അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. ശരീരം കാരാഗ്രഹമാണെന്നോ തടവറയാണെന്നോ ശവക്കല്ലറയാണെന്നോ ഒക്കെ അവർ പറഞ്ഞേക്കും. പക്ഷേ നമ്മളങ്ങനല്ല. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ശരീരം ദൈവത്തിന് താല്പര്യമുള്ളതാണ്. ദൈവം നമ്മുടെ ശരീരത്തിൽ തൽപരനാണ്. നാം നമ്മുടെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിൽ ദൈവം പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മളത് മറന്നു പോകരുത്. അപ്പോൾ ഈ ശരീരത്തെ ഈ ലോകത്തിന് അനുരൂപർ ആകരുത്. ഇത് ആവർത്തിച്ച് ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന പ്രബോധനമാണ്. നമുക്കറിയാമല്ലോ, ബാബിലോനിൽ പോയ അടിമകളായി പോയ ഇസ്രായേലിലെ ബാലന്മാർ. ഇപ്പോഴും നമ്മൾ ബാലന്മാർ എന്നാണ് പറയുക. അവരങ്ങോട്ട് പോയപ്പോൾ ഒരു ബാലന്മാരായിരുന്നു. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ്, ഈ 4 പേര്. ഈ 4 പേരും അവർ അവിടുത്തെ സാഹചര്യത്തോട് ഇഴുകിച്ചേർന്നില്ല. പ്രിയപ്പെട്ടവരെ, അവർ ആരാണെന്നുള്ള തനിമ അവർ നിലനിർത്തിയിരുന്നു. അതാണ് ഈ ലോകത്തോട് അനുരൂപരാകരുത്. തങ്ങളുടെ ഭക്ഷണം കൊണ്ടോ തങ്ങളുടെ ജീവിതം കൊണ്ടോ അവർ ഈ ലോകത്തോട് ബാബിലോന്യമായ ആശയഗതിയോട് ജീവിത രീതിയോട് താതാത്മ്യപ്പെടുവാൻ അവർ കൂട്ടാക്കാതെ ഇരുന്നത് പോലെയുള്ള ഒരു വേർപെട്ട അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുമായി ഇടപഴകരുതെന്നല്ല. അവരിലെ തിന്മഭാവങ്ങൾ ഒരിക്കലും നമ്മൾ അനുകരിക്കരുത്. സമൂഹത്തിൻ്റെ സ്വാധീനം. സമൂഹം ചിലപ്പോൾ പല നിലകളിലാണ്. ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഓരോ സമയം മാറുമ്പോൾ, കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ ആശയങ്ങൾ വ്യത്യാസം വരികയും അവർ തങ്ങളുടെ ജീവിത രീതിയെ തന്നെ വ്യത്യാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെ കാലത്തിനൊത്ത് കോലം കെട്ടുന്നവരാകാൻ ഒരിക്കലും ഒരു ദൈവപൈതൽ തുനിയരുത്. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിന് യാഗമായി കൊടുത്തിരിക്കുകയാണ്. യാഗമായി കൊടുത്തെങ്കിൽ ഇനി ആ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവപ്രസാദം എന്തെന്ന് ആലോചിച്ച് മാത്രമേ നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ശരീരം ദൈവത്തിന് യാഗമായി സമർപ്പിച്ചിരിക്കുകയാണെന്നുള്ളത് മറന്നു പോകരുത്. നമുക്കറിയാമല്ലോ, ഈ ബാബിലോന്യ ജീവിത രീതിയുമായി ഇടകലരുവാൻ കൂട്ടാക്കാതെ ഇരുന്ന ഈ 4 ദൈവഭക്തന്മാരായ ചെറുപ്പക്കാർ, അവരെ ദൈവം ഒരു തനിമയാർന്നതിൽ അവിടെ നിർത്തി. നമുക്കറിയാം, ആദ്യം അവരുടെ ഭക്ഷണമാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞ് അവസാനം വരുമ്പോൾ അവരുടെ പ്രാർത്ഥനയും അവരുടെ ആരാധനയും അവരേത് ദൈവത്തെ സേവിക്കുന്നു എന്നുള്ളതിൽ അവരെ കൊണ്ടുവന്ന് എത്തിച്ചു. നോക്കണേ, അവർ ആ ഭക്ഷണ കാര്യത്തിന് ആദ്യമേ തന്നെ ബാബിലോന്യമായ ആശയങ്ങളോട് താതാത്മ്യപ്പെട്ടു പോയിരുന്നെങ്കിൽ ആരാധന എന്ന വിഷയത്തിൽ വരുമ്പോഴും അവർ അതിന് വിധേയപ്പെട്ടു പോകുമായിരുന്നു. നമുക്കറിയാം, ദൂരാസമഭൂമിയിൽ, വളരെ വിശാലമായ ദൂരാസമഭൂമിയിൽ ജനസഹസ്രങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഘോഷകൻ വിളിച്ചു പറഞ്ഞു വലിയൊരു ബിംബം നിർത്തിയിട്ട് മുട്ടുകുത്തുവീൻ എന്ന് പറയും.
പറയുമ്പോൾ മുട്ടുകുത്തുവാൻ എല്ലാവരും നിർബന്ധിതരാകുന്നു, കൂട്ടത്തിലങ്ങ് കൂടുക. പക്ഷേ അതേസമയം അവിടെ 3 പേർ, ഹനന്യാവും മീശായേൽ അസര്യാവും 3 പേർ നെടുന്തൂണ് പോലെ നിന്നു. അവരെ വലിച്ച തീച്ചൂളയിലേക്ക് എറിഞ്ഞെങ്കിലും പ്രിയമുള്ളവരെ, ദൈവം അവരെ പരിപാലിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് മറ്റുള്ളവർക്ക് ലഭിക്കത്തക്കതുപോലെ അവരെ അനുരൂപരാകുവാൻ കൂട്ടാക്കാതിരുന്നത് കാരണമായി. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛകരമായ വഴികളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരും നമ്മൾ ഒരിക്കലും പിൻവലിയുവാൻ പാടില്ലാത്തതാകുന്നു. നമ്മൾ സമൂഹത്തിന് മുമ്പിൽ മാതൃകയോടെ നിൽക്കുവാൻ, മറ്റുള്ളവർക്ക് പിൻപറ്റുവാൻ നല്ല മാതൃകയായി, ഭക്തിയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, സദ്ഗുണങ്ങൾ നിറഞ്ഞവരായി, സമൂഹത്തിൽ വളരെ നല്ല സ്വാധീനം ചെലുത്തുന്നവരായിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ അനുരൂപരാകരുത്. നമുക്കറിയാമല്ലോ, ലേവ്യ പുസ്തകം 18-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ചെല്ലുന്ന ദേശനിവാസികളോട് നിങ്ങൾ ഇടകലരരുത് എന്നവരോട് പറഞ്ഞിരുന്നു. മോശ പ്രത്യേകം അവർക്ക് കൊടുത്ത കൽപ്പനയിലുള്ളതാണ്. അവരുമായി ഇടപഴകി അവരുടെ ജീവിത രീതിയിലേക്ക് നിങ്ങൾ അധപ്പതിക്കുവാൻ പാടില്ലാത്തതാകുന്നു. മിസ്രയീം ദേശത്തിലെയോ കനാനിലെയോ ജാതികളുടെ നടപ്പ് പോലെ അവർ നടക്കരുതെന്ന് പറഞ്ഞു. പ്രവാചകന്മാർ അത് ആവർത്തിച്ചു. നമുക്കറിയാമല്ലോ, യിരെമ്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം 2 മുതൽ 5 വരെ വായിക്കുമ്പോൾ, ജാതികളുടെ വഴി പഠിക്കരുത്, ജാതികളുടെ വഴി പഠിക്കരുത്. ഇതര ജാതികൾ ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുവാൻ പാടില്ലാത്തതാകുന്നു. പിന്നെയും യേശു തന്നെ നമ്മളെ പഠിപ്പിച്ച് നമുക്കറിയാം, നിങ്ങൾ അവരോട് തുല്യരാകരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവരോട് നിങ്ങൾ തുല്യരാകരുത്. കർത്താവ് തന്നെ പഠിപ്പിച്ചു. അവരുടെ തെറ്റായ വഴി, അവരോട് തുല്യരാകരുതെന്ന് പറയുമ്പോൾ അവരുടെ തെറ്റായ വഴികളിൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടുവാൻ ഇടയാകരുത്. ശേഷം മനുഷ്യരെ പോലെ നിങ്ങൾ ആകരുത്. നിങ്ങൾ വിശേഷപ്പെട്ട ജാതിയാണ്. അതാണ് ആരാധന എന്ന് പറയുന്നത്. മുഴു ജീവിതവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിച്ചുള്ള ജീവിതം, അതാണ് ആരാധന. അല്ലാതെ നമ്മൾ കുറേ സമയം വന്ന് ഒരു നിയമിതമായ സമയപരിധിക്കുള്ളിൽ വിശേഷമായി കരുതപ്പെടുന്ന ഒരു സ്ഥലത്ത് പ്രത്യേകമായ ചില വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ചില പ്രത്യേക നിലയിൽ എന്തൊക്കെയോ സ്തുതിസ്തോത്രങ്ങൾ മുഴക്കുന്നതിൽ ഒതുങ്ങുന്നതല്ല ആരാധന. അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. ആരാധന എന്ന് പറയുന്നത് പാട്ടിലും സംഗീതത്തിലൊന്നും ഒതുങ്ങുന്നില്ലെന്ന് വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു. ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഈ പറയുന്ന വാക്കുകൾ ഈ ഭൗമിക ജീവിതത്തിലെ നേട്ടങ്ങൾ കൊയ്യാനുള്ള ചില ഉപാധികൾ എന്ന നിലയിൽ നിങ്ങൾ പരിഗണിക്കുവാൻ പാടില്ലാത്തതാകുന്നു. എനിക്കറിയാം, പല സഹോദരങ്ങൾ വിളിക്കാറുണ്ട്, അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാറുണ്ട്, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഭൗമിക ജീവിതത്തിൽ ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ട്, രോഗങ്ങളുണ്ട്, കടഭാരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ, ബിസിനസ് കാര്യങ്ങളിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മിക്കവാറും ഒരു 90% ആളുകളും പറയുന്നത്. എങ്കിലും അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭൗമിക ജീവിതത്തിന് ദൈവമാണ് നമ്മളെ സഹായിക്കേണ്ടത്. ഞങ്ങൾ തീർച്ചയായിട്ടും അതിൽ വിശ്വസ്തരായിരിക്കുവാൻ ഉത്സാഹിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞല്ലേ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഒരു 10% പേരെങ്കിലും എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ താല്പര്യമുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പല നിലകളിലും അശുദ്ധമായ വഴികളിലേക്ക് പോകുന്നു. അവരെന്നെ വളരെ നിർബന്ധിക്കാറുണ്ട്. അവരുടെ സ്വാധീനതയിൽപ്പെട്ട് അവരുടെ ജീവിത രീതിയിലേക്ക് താണുപോകാതിരിക്കാനുള്ള ദൈവകൃപ എനിക്ക് ലഭിക്കാൻ ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുന്ന ഒരു 10% പേരെങ്കിലും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതെ, ആത്മീയ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭൗമിക ജീവിതത്തിന് ഉയർച്ചയും സുഗമമായ നടത്തിപ്പുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു ഉപാധിയായി മാത്രം പ്രാർത്ഥനയെയും ആത്മീയതയെയും നിങ്ങൾ കാണരുത്. നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിയമിച്ചിരിക്കുന്നതാണ് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഭൗമികമായ വിഷയങ്ങൾ ദൈവം പ്രവർത്തിക്കുകയും നമുക്ക് വിടുതലുകൾ തരികയും നാം ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നതൊക്കെ നല്ല കാര്യം, അത് ആവശ്യമാണ്. നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. പക്ഷേ അവിടെ മാത്രം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമോ പ്രാർത്ഥനയുടെ വിഷയങ്ങളോ ഒതുങ്ങുവാൻ
പാടില്ലാത്തതാകുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ശേഷം മനുഷ്യരെ പോലെ ആകരുത്, അവരോട് തുല്യരാകരുത്. സ്തോത്രം. മാത്രമല്ല മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും, ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് രൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുടെ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അവിടെ രൂപാന്തരപ്പെടുവീൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടിന്യൂവസ് ടെൻസാണ്. രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിപ്പീൻ. അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ രൂപാന്തരപ്പെടൽ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം മാത്രമായി ഒതുക്കുവാൻ പാടില്ല. നാം അനുദിന ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമ്മൾ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കുവാൻ ആവശ്യമുണ്ട്. നമുക്ക് മനുഷ്യരായ നമ്മൾക്ക് അനുകരണപ്രിയരാണ്. നമ്മൾ അനുകരിക്കും. മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മൾ അതിനോട് അങ്ങ് താതാത്മ്യപ്പെട്ടു പോകും. ഇപ്പോഴൊരു കൂട്ടത്തിലാണെങ്കിലും ഒരു നേതൃത്വം കൊടുക്കുന്നയാൾ പറയുന്നത് എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും അങ്ങ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അയ്യോടെ അയാൾ എന്താ പറഞ്ഞതെന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾ നമുക്കറിയാമല്ലോ, തെറ്റായ ഒരു കാര്യം പറഞ്ഞു വെച്ച് അംഗീകരിക്കുന്നവർ കൈ ഉയർത്തുകയും, ഇങ്ങനെ ശരിയായ കാര്യങ്ങളൊക്കെ കുറേ നേരം പറഞ്ഞു വെച്ച് ഇത് അംഗീകരിക്കുന്നവർ കൈ ഉയർത്തുകയും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൈ ഉയർത്തും. ഇത് അംഗീകരിക്കുന്നവർ കൈയടിക്കുകയും എന്ന് പറയുമ്പോൾ കൈയടിക്കും. കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരൻ നമ്മളെ പരീക്ഷിക്കാനെന്നോണം പറയും ഒരു തെറ്റായൊരു കാര്യം. അപ്പോഴും നമ്മൾ അറിയാതെ അങ്ങ് കൈ ഉയർത്തുകയോ കൈയടിക്കുകയോ ഒക്കെ ചെയ്യും. കാരണം നമ്മൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അത് നമ്മളങ്ങനെ അറിയാതെ അങ്ങ് ചെയ്യും. പക്ഷേ സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ ദൈവപൈതൽ, സ്തോത്രം, അങ്ങനെ സാഹചര്യത്തോട് അനുരൂപരായി ഇഴുകിച്ചേരുന്നൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ഈ ലോകം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഇയോൺ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ച്. ഇയോൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യവസ്ഥിതി, ഈ യുഗം, ഈ കാലഘട്ടത്തോട് നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ തെറ്റായ പ്രവണതകളോട് അനുരൂപരാകാതെ വിശുദ്ധരായി നിർമ്മലതയോടുകൂടി മാറി നിൽക്കാനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല പ്രിയപ്പെട്ടവരെയും, സ്തോത്രം, നമ്മൾ കാലത്തിനൊത്ത് മാറണമെന്ന് പറയുന്ന ഒരു ആശയം ഇന്ന് പലപ്പോഴും നമ്മുടെ ഇടയിൽ വരാറുണ്ട്. കാലത്തിനൊത്ത് മാറണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന, പണ്ടൊക്കെ നമ്മൾ നടന്നു പോയിരുന്നു, പിന്നെ സൈക്കിളിൽ പോയിരുന്നവർ ഇപ്പോൾ കാറുകളായി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചല്ല പ്രധാനമായിട്ടും കാലത്തിനൊത്ത് അനുരൂപരാകരുതെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉല്ലാസപ്രിയന്മാരായി സ്വാർത്ഥതൽപരരായി നോക്കണേ, ഓർത്തു നോക്കിയാൽ കുടുംബ ബന്ധങ്ങളിൽ പോലും ഒരു പവിത്രതയില്ലാത്ത നിലയിലേക്ക് ലോകം അധപ്പതിച്ചു പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദ ഹിന്ദു എന്ന ആ പത്രത്തിൽ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു, ഞായറാഴ്ച ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ചെല്ലെങ്കിലും വായിച്ചു കാണുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ഭയങ്കര പ്രശ്നങ്ങളാണെന്ന്, മാനസിക സംഘർഷങ്ങളാണെന്ന് ഒരാൾ, വളരെ ചുമതലയുള്ള ഒരാൾ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങൾ, അതുകൊണ്ട് ഓഫീസ് തുറക്കണം, ഞങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിരിക്കാൻ കഴിയും, ഓഫീസിൻ്റെ സമയമെങ്കിലും ഒന്ന് സ്വൈര്യമായിരിക്കാൻ ആഗ്രഹമുണ്ട്. നോക്കണേ, ആ ഒരു രീതിയിലേക്ക് നമ്മളങ്ങ് അധപ്പതിച്ചു പോയി. സ്വൈര്യമായിരിക്കുവാൻ കഴിയുന്നില്ല. നമ്മുടെ ഈ കാലഘട്ടം ഒരു വർക്കഹോളിക്, കുടുംബ ബന്ധങ്ങൾക്ക് പവിത്രതയില്ലാതെ, പരസ്പരം കരുതുവാൻ മനസ്സില്ലാതെ, കൂട്ടുകാർ പറയുന്നതിൻ്റെ പുറകെ പോയി ഈ ലോകത്തോട് അനുരൂപരായി പോവുകയാണ്. അങ്ങനെയല്ല. ദൈവവചനം നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ നോക്കണം. ഒരു കുടുംബം, ഒരു വ്യക്തി, ഒരു പുരുഷനോ ഒരു സ്ത്രീയോ, ഒരു ഭാര്യയോ ഒരു ഭർത്താവും ഏറ്റവും അധികം ആശ്വാസം കണ്ടെത്തേണ്ട ഇടം നമ്മുടെ കുടുംബമായിരിക്കണം. പരസ്പരം കരുതുക, പരസ്പരം സ്നേഹിക്കുക. എന്നാൽ ഈ ലോകത്തിന് ഒത്ത് നമ്മൾ പോകുമ്പോൾ അവർ ക്ലബ്ബുകളിൽ അല്ലെങ്കിൽ മദ്യശാലകളിൽ, ഓർത്ത് നോക്കണം, ലജ്ജയായതിൽ മാനം തോന്നുന്നു എന്ന് പറയുന്നത് പോലെയാണ്. മദ്യവിൽപ്പനശാലയിൽ ക്യൂ നിൽക്കുന്നതിന് ഒരു ലജ്ജയുമില്ലാത്തൊരു സാഹചര്യം. അതിൽ ലജ്ജിക്കണം. മദ്യപിച്ചു എന്നുള്ളതൊന്ന് സമൂഹ മധ്യത്തിലൊന്ന് വെളിപ്പെടുത്തുന്ന ഏതാണ്ട് ഒരു വക മാന്യത എന്ന് കണക്കാക്കിയിരിക്കുന്ന ഒരു ദുഷിച്ച കാലം. നമ്മളതിനോട് അനുരൂപരാകരുത്, തെറ്റായ വഴികളിലേക്ക് പോകരുത്, സ്വാർത്ഥ തൽപരരാകരുത്. അങ്ങനെ ദൈവമഹത്വത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതം, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമെന്നാണ്. ജീവൻ എന്ന് പറയുമ്പോൾ കൂട്ടായ്മയാണല്ലോ, ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിൻ്റെ ആ കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതം എത്ര സന്തോഷകരമാണ്. സ്തോത്രം. അതാണ്
ആരാധന. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ആശയത്തിൽ നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകരുത്. മാത്രമല്ല, ചിലർ പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയും കാലത്തിനൊത്ത് മാറുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇല്ലില്ലില്ല, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ മാറ്റമില്ല. വചനത്തിൻ്റെ വെളിപ്പാടിനനുസരിച്ച് മാത്രമേ ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുള്ളൂ. കാലത്തിനൊത്ത് പെരുമാറ്റ രീതിയിൽ, ശുശ്രൂഷ രീതിയിൽ പരിശുദ്ധാത്മാവ് മാറ്റമൊന്നും വരുത്തുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് കാലത്തിനൊത്ത് നമ്മൾ കോലം കെട്ടുന്നവരാകരുത് എന്നാണ് പ്രധാനമായും ഇവിടെ പറയുന്നത്. അനുരൂപരാകരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് വളരെ രൂപം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അനുരൂപരാകരുത് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ ശ്രദ്ധേയമാണ്. സിഷേമറ്റിസോമായി എന്ന പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. ശിഷേ എന്ന് പറഞ്ഞാൽ ഷിമ അതാണ് അതിൻ്റെ മൂലരൂപം. ഷിമ എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന രൂപമാണ്, പുറമേ കാണുന്ന രൂപം. അപ്പോൾ അനുരൂപരാകരുതെന്ന് പറയുന്നത് ബാഹ്യമായിട്ടും കൂടി പ്രധാനമാണ്. ആന്തരികമായും ബാഹ്യമായും ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരായി ദൈവപ്രസാദമുള്ളൊരു യാഗമെന്ന പോലെ ജീവിക്കുന്ന ആ ജീവിതം, സ്തോത്രം, എത്ര സന്തോഷകരമായൊരു ജീവിതമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുകരിക്കേണ്ടത് നമ്മുടെ കർത്താവിനെയാണ്. പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. പൗലോസ് എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. കർത്താവ് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. സ്തോത്രം. എന്നെ അനുഗമിക്കുക. ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ശിഷ്യന്മാരെ തൻ്റെ ശിഷ്യയുടെ ആരംഭത്തിൽ ചോദിച്ചപ്പോൾ കർത്താവ്, വന്ന് കാൺമീൻ. സ്തോത്രം. അതെ, എന്നെ അനുകരിക്കുക, നിങ്ങൾ വന്ന് കാണുക, ഞങ്ങളെ നോക്ക്. അപ്പോസ്തലന്മാർ പറഞ്ഞ അതല്ലേ, ഇതുപോലെ നമുക്ക് സമൂഹത്തിൽ പറയുവാൻ കഴിയണം. എത്ര സന്തോഷകരമായൊരു ജീവിതമായിരിക്കും അത്. അത് നമ്മളെ ഇവിടെ ഭാഗ്യമുള്ളവരും നിത്യതയിൽ നിത്യജീവൻ ഓഹരിക്കാരുമാക്കുന്ന ശ്രേഷ്ഠമായ അനുഭവമാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്കതിനുള്ള കൃപ നൽകുമാറാകട്ടെ. സ്തോത്രം. അനുരൂപരാകാതെ, ഈ ലോകത്തെ അനുരൂപരാകാതെ പിന്നെ എന്ത് വേണം? ദൈവഹിതപ്രകാരമുള്ള രൂപാന്തരം. സ്തോത്രം. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് മെറ്റമോർഫു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, മെറ്റമോർഫു. സ്തോത്രം. അറിയാമല്ലോ, മെറ്റമോർഫോസിസ് എന്നൊക്കെയുള്ള വാക്ക് നമുക്ക് പരിചയമാണ്. മാറിക്കൊണ്ടേയിരിക്കണം. ഓരോ ദിവസം കഴിയുന്തോറും ക്രിസ്താനുരൂപതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രിയമുള്ളവരെ, തേജസ്കരണം എന്ന് പറയുന്നത് കർത്താവിനെ പോലെയാകുന്ന അനുഭവം കർത്താവിൻ്റെ വരവിങ്കലാണ് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. അതിനായുള്ള ഒരു മുന്നൊരുക്കവും അതിനായുള്ളൊരു ഉത്സാഹവും അതിനായുള്ളൊരു പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതേ, ഞാൻ എൻ്റെ കർത്താവിനെ പോലെയാകുവാൻ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ തന്നെ ഞാൻ അതിനായി, സ്തോത്രം, ഞാൻ എന്നാൽ ആവോളം ഉത്സാഹിക്കുന്നു. പത്രോസിലേക്ക് പറയുന്നു, സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും അങ്ങനെ കൂട്ടി നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. യഥാർത്ഥ ആരാധകരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പോൾ അങ്ങയോട് അനുരൂപരാകുവാൻ അങ്ങ് ഞങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നതിനാൽ ഇവിടെ തന്നെ അങ്ങയുടെ ആ മാതൃക പിൻപറ്റുന്നവരായി അങ്ങയുടെ അനുരൂപരാകുവാനുള്ളൊരു താല്പര്യം, ഒരു സമർപ്പണം, ഒരു ഉത്സാഹമുള്ളവരായിരിക്കാൻ, അങ്ങനെ യഥാർത്ഥ ആരാധകരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, മറ്റുള്ളവരല്ല, അങ്ങ് ഞങ്ങളെ സ്വാധീനിക്കുകയും മറ്റുള്ളവരെ അല്ല, അങ്ങേ ഞങ്ങൾ അനുകരിക്കുകയും ചെയ്യുന്ന ഭാഗ്യകരമായ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണം. മഹത്വത്തോട് നെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.